ആ ഇക്കട ഇച്ചിരി ഫോട്ടോ ഒക്കെ ഇരിക്കട്ടെ. എന്തുണ്ടാക്കുന്നു പറയാം. അയ്യേ അയ്യയ്യേ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതെ ഇതിലൂടെ പൊക്കിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇന്ന് പോയേനെ. നടക്കുന്നു എന്തുണ്ടാക്കുന്നു പറയാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എണീറ്റ് വന്നോണ്ടേ എന്തുണ്ടാക്കണം എന്നുള്ള ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം രാത്രിയിലെ എന്റെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി രാത്രിയില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഒരു നേരമാണ് ചോറ് കഴിക്കുന്നത്. രാവിലെ രാത്രിയിലൊക്കെ എന്താണ് വേണ്ടതെന്ന് തോന്നിയാൽ അന്നേരം ഉണ്ടാക്കി കഴിക്കും. ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കും, അല്ലെ ബ്രെഡ് ആയിരിക്കും, ഉപ്പുമാവായിരിക്കും, എന്തെങ്കിലും. പുട്ടാണെങ്കിൽ അത്, അങ്ങനെയൊക്കെയാണ് രാത്രി. അപ്പൊ ഇന്നലെ രാത്രിയിൽ തിനയും കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാന്ന് വിചാരിച്ച് തിന വെള്ളത്തിലിട്ടായിരുന്നു. അപ്പൊ രാത്രിയായപ്പം ജോസാൻ പറഞ്ഞു വേണ്ട, തണ്ണിമത്തൻ കഴിച്ചു, എനിക്കിനി വിശപ്പില്ല, വേണ്ടാന്ന്. അതുകൊണ്ട് പിന്നെ ജോസാന് വേണ്ടെന്നുണ്ട് പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കാറില്ലല്ലോ, അങ്ങനെ ഞാനും ഉണ്ടാക്കിയില്ല. അപ്പൊ ആ തിന കുതിർത്ത് വെച്ചത് അതുപോലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു. ആ ഇക്കട ഇച്ചിരി ഫോട്ടോ ഒക്കെ ഇരിക്കട്ടെ. എടുത്തു. ഇല്ല ഇല്ല, അതെന്റെ ഉണ്ട്. ആ മത്തി, കൊല്ലത്തെ മത്തിയാണോ എല്ലാരും പറയുന്നത്? വാടിമത്തിയാണ്. വാടിമത്തിയാണ്. മറ്റേ ചാള വരുന്നില്ലേ ഇപ്പം? ആ കടലിൽ ഓക്സിജൻ കുറവ്. ഓക്സിജൻ കുറവായതുകൊണ്ട് ഇതെല്ലാം ചേർന്ന് വളരത്തില്ല. 50 കൊല്ലം കിടന്നാലും വളരത്തില്ല. 4-5 ദിവസത്തിന് മുമ്പ് ഞാനൊരു ഇത് കണ്ട് 50 രൂപ മത്തി വില ഇഷ്ടം പോലെ വന്നു തുടങ്ങി. ആ മത്തിക്ക് വില ടേസ്റ്റ് ഇല്ല. മത്തി 2 ആഴ്ച കൊണ്ട് വളരേണ്ട മത്തി ഇപ്പം 6 മാസം കൊണ്ട് വളരാതെ കിടക്കും. കാരണം കടലിനകത്ത് ഓക്സിജൻ കുറവാണ്. അതുകൊണ്ട് മൊത്തം ഇങ്ങനെ കരയ്ക്ക് കയറും. അതുകൊണ്ട് ആർക്കും വേണ്ട. മത്തിയല്ല ചാള. മത്തി ഇതാ മത്തി. കേരച്ചൂര കൊല്ലത്ത് അധികം വരുന്നില്ലല്ലോ. കേരച്ചൂര പിന്നെ ആർക്കും കിട്ടുന്നില്ല. മീൻ കടലിലെ ചൂട്, വിലയും കൂടുതലാ. ചൂടാ അല്ല കേര. അതാ ഞങ്ങളുടെ അച്ചാർ മീൻ. ഇപ്പൊ വരുന്നത് മൊത്തം വരവ് മീനാ. സിലോണിൽ നിന്ന് വരുന്ന മീനാ മൊത്തം. ഈ തട്ടിനകത്തിരിക്കുന്ന കേരയായാലും എല്ലാം സിലോണിന്റെ. ഞങ്ങള് മേടിക്കാറില്ല. ഞാൻ ഉള്ളത് ഉണ്ടെങ്കിൽ കൊല്ലത്തുനിന്ന് തന്നെ എടുക്കത്തുള്ളൂ. പക്ഷെ വാടിയിലെ മീൻ നല്ലതാ. പച്ച മീനാ. പക്ഷെ 1200 1300 രൂപയ്ക്ക് മേടിച്ചോണ്ടെന്ന് അച്ചാറിട്ട് കൊടുക്കുമ്പോൾ കിലോയ്ക്ക് നിങ്ങൾ 2000 രൂപയ്ക്ക് വിറ്റാലും മോലാകത്തില്ല. തലയും പാലും ഒരു 10 കിലോയുടെ സാധനം എടുത്തോണ്ട് വന്ന് തലയും പാലും പോകുമ്പോ എന്തോ വേണം? തല, പാല്, ഉള്ള്, കൊടല്, വെട്ടുകൂലി എല്ലാം പോകുമ്പോ നിങ്ങൾക്ക് ഒന്നും കിട്ടത്തില്ല. കൈ നഷ്ടമാണ്. കഴിഞ്ഞ വ്ളോഗിലും നമ്മുടെ മീൻ വിൽക്കുന്ന ഇക്ക ഉണ്ടായിരുന്നു, ഈ വ്ളോഗിലും ഉണ്ട്. അപ്പോ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇനി വീഡിയോ ഒക്കെ എടുക്കുമ്പോ എന്തെങ്കിലും തോന്നും. പുള്ളിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത്. അറിയില്ല യൂട്യൂബ് ഉണ്ടെന്ന്. ഇനി ആരെങ്കിലും വീഡിയോ കണ്ടിട്ട് പറഞ്ഞെങ്കിലേ ഉള്ളൂ, അല്ലാതെ അറിയില്ല കേട്ടോ ഇങ്ങനെ നമുക്ക് ചാനൽ ഉണ്ടെന്നൊന്നും. രാവിലെ തന്നെ ഞാൻ അടുക്കള ജോലി ചെയ്യുന്ന സമയം കൊണ്ട് പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ എന്താണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി ഉണ്ടല്ലോ, അത് അടുപ്പിച്ച് 1 മാസത്തോളം അതിൽ വെള്ളം ഇല്ലായിരുന്നു. ഇപ്പൊ ഇടവിട്ട് ചില ദിവസങ്ങളിൽ വരുന്നുണ്ട്. എന്റെ തെങ്ങ് കണ്ടോ, ഇന്റർനാഷണൽ എന്താണ് പറയുന്നത്, ഗിന്നസ് ബുക്കിലൊക്കെ കയറേണ്ടതാണ് പാവം. അതിന്റെ ഇല വിരിഞ്ഞ് മേപ്പോട്ട് പോകാതെ സൈഡിലോട്ട് വന്ന് കിടക്കുമായിരുന്നു. അങ്ങനെ ഞാൻ അതിനെ വെട്ടിക്കളഞ്ഞു. കാരണം അങ്ങനെ സൈഡിലോട്ട് വന്നിട്ടും കാര്യമില്ലല്ലോ. അത് കഴിഞ്ഞപ്പോ ഉണ്ട് അതിന്റെ സൈഡിൽ കൂടെ അതിന്റെ എന്തോ ഇത് പറയുന്നേ, പൂങ്കുല, തെങ്ങിൻ പൂങ്കുല എന്നല്ലേ പറയുന്നേ, അത് വന്നു.
തേങ്ങയാവോ ഇല്ലയോന്നൊന്നും അറിയില്ല കേട്ടോ. അതിനെ എങ്ങനെ നന്നാക്കി എടുക്കണമെന്നും എനിക്കറിയില്ല. എന്തായാലും അവിടെ നിൽക്കട്ടെ. അപ്പൊ ഇതാണ് മീൻ കിട്ടിയത്. ഞാൻ തിനേന്ന് പറഞ്ഞില്ലേ, തിനേന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ലവ് ബേർഡ്സിനൊക്കെ കൊടുക്കുന്നതാണ്. അപ്പൊ അത് തൊലി ഉൾപ്പെടെയാണ് ലവ് ബേർഡ്സിന് കൊടുക്കുന്നത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് നമ്മൾക്ക് ഭക്ഷ്യയോഗ്യമായ രീതിയിലാണ് ഇത് വരുന്നത്. എനിക്ക് തിനയും ചാമയും കൂടെ തിരിച്ചറിയില്ല കേട്ടോ. മേടിക്കുമ്പോൾ അതിന്റെ കവറിൽ എഴുതിയേക്കുന്നത് കൊണ്ട് മനസ്സിലാവും ഇതാണ് തിന, ഇതാണ് ചാമയെന്ന്. രണ്ടും ഒരുപോലൊക്കെ ഇരിക്കുക. എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. ടേസ്റ്റിൽ വ്യത്യാസമുണ്ട് കേട്ടോ. തിനയുടെ ടേസ്റ്റ് വേറെയാണ്, ചാമയുടെ ടേസ്റ്റ് വേറെയാണ്. ഇത് മണിച്ചോളം, ഇതിന്റെ ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കിയായിരുന്നു. ഇതിന്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ട് കുതിരണം. കുറഞ്ഞ ഒരു 6-7 മണിക്കൂറെങ്കിലും കുതിർന്നാൽ ഏറ്റവും നല്ലത്. തിനയെന്ന് പറയുന്നത് 7 മണിക്കൂർ ഇല്ലെങ്കിൽ ഒരു 4-5 മണിക്കൂറെങ്കിലും കുതിരുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അത് സോഫ്റ്റ് ആവത്തുമില്ല. അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ മില്ലറ്റ്സിന്റെ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഒരു 5-6 മണിക്കൂർ മുമ്പെങ്കിലും അങ്ങ് വെള്ളത്തിൽ ഇട്ടാൽ മതി കേട്ടോ. ഇത് ഞാൻ തലേന്ന് വൈകിട്ട് ഒരു 3 മണി കഴിഞ്ഞപ്പം ഇട്ടതാണ്. സാധാരണ ഇവിടെ ഒരു 8-9 മണിയാവും ദിവസം കട അടച്ചിട്ട് കയറുമ്പോഴേ, അപ്പോഴത്തേക്ക് ഉണ്ടാക്കിയാൽ മതി ആ ചിന്തയില്. അപ്പൊ അത്രയും നേരം അത് പുറത്തിരുന്ന് കുതിർന്നു. അതിനുശേഷം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ഇത്രയും മണിക്കൂറുകൾ കുതിർന്ന തിനയാണത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അന്നേരം ജോസാൻ ഇവിടെ ഹാൻഡ് വാഷ് ചെയ്യാനുള്ള ജോസാന്റെ പാന്റും ഉടുപ്പുകളും എല്ലാം കൂടെ ഹാൻഡ് വാഷിങ്ങിന് വേണ്ടി വെച്ചിരിക്കുകയാണ്. ജോസാൻ ഹാൻഡ് വാഷ് ചെയ്ത് കയറുമ്പോഴത്തേക്ക് ജോസാനും ഒരു പരുവമായി കുളിച്ച് എന്താണ് മൊത്തത്തിൽ മേള് തൊട്ട് താഴ് വരെ നനഞ്ഞു കുളിച്ചാണ് കയറുന്നത് കേട്ടോ. അപ്പൊ മീൻ വെട്ടാൻ നാസ്ത ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് മീൻ വെട്ടാം. അപ്പൊ ഇത് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ പലരും പല രീതിയിൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഞാൻ എന്റെ രീതിയിൽ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. എവിടുത്തെ റെസിപ്പി നോക്കിയോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. നമുക്ക് വീട്ടമ്മമാർക്ക് ഒരു ഐഡിയ ഉണ്ടല്ലോ, ഓരോ സംഭവങ്ങളും എങ്ങനെ ആയിരിക്കും അതിന്റെ രീതി എന്നുള്ളത്. അങ്ങനെ അങ്ങ് ചെയ്യുന്നതേ ഉള്ളൂ. വെജിറ്റബിൾസ് ഇഷ്ടം പോലെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഞങ്ങളുടെ ചായ ഗ്ലാസ്സിൽ ഒരു 3/4 ഗ്ലാസ് തിനയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം അത് നന്നായിട്ടുണ്ട് ചെയ്തു വരുമ്പോ. അപ്പം വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയുണ്ടോ അതൊക്കെ വെട്ടിപ്പറക്കി അങ്ങോട്ട് ഇടാം. ഞാൻ ക്യാരറ്റ്, ബീൻസ് ഉണ്ടോ ഇതില്? അല്ല, ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ് കാണുന്നില്ല, ഉണ്ടോ ഇല്ലയോ? സവോള, പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഈ സമയം കൊണ്ട് വേറെ അടുപ്പിലോട്ട് നമ്മുടെ തിന വേവാനായിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് വെച്ചായിരുന്നു. നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഇത് കുതിർന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് തോന്നുന്നു കുക്കറിൽ തന്നെ വേവിച്ചെടുക്കേണ്ടി വരും. നല്ല വേവുള്ള ഒരു സംഭവമാണിത്. ഇതുകൊണ്ട് പലരും ദോശ ഉണ്ടാക്കാറുണ്ട്, കഞ്ഞി പോലെ വെച്ച് കുടിക്കാറുണ്ട്. അതൊക്കെ നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം. ഞാൻ വെജിറ്റബിൾസിൽ മുളക് പൊടി ഇടാൻ മറന്നുപോയി കേട്ടോ. ഒട്ടും എരിയില്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ ഈ തിന ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, അയ്യോ മുളക് പൊടി ഇട്ടില്ലല്ലോ. അങ്ങനെ സൈഡിലോട്ട് ഇത്തിരി മുളക് ഇട്ടിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം തിനയിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചാൽ മതി. നമ്മുടെ ഉപ്പുമാവ് റെഡി. തിനയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല എന്തിന്റെ ടേസ്റ്റ് ആണെന്ന്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആണ്. പിന്നെ എല്ലാവർക്കും അറിയാലോ, ഇപ്പോൾ മലയാളികൾ കൂടുതലും മില്ലറ്റ്സിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മറ്റുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ് കൂടുതലാണ്. അങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഈ ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആണ്. ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ഫുഡാണ് ഈ മില്ലറ്റ്സ് എന്ന് പറയുന്നത്. ഒരു നേരമെങ്കിലും മില്ലറ്റ് ആക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ തിനേന്നൊക്കെ നമ്മള് കഴിക്കുമെന്ന് കേട്ടുകേൾവി പോലും ഇല്ല. കാരണം കിളികൾക്ക് കൊടുക്കുന്ന ഭക്ഷണമാണ്. പക്ഷെ പല ഡയറ്റീഷ്യന്മാരും ന്യൂട്രീഷ്യന്മാരും ഒക്കെ തിനയുടെ ഫുഡ് ഉൾപ്പെടുത്തണം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അതിശയം തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇപ്പൊ മിക്കവാറും ദിവസങ്ങളിൽ വൈകിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ളതിന്റെ പല തരത്തിലുള്ള മില്ലറ്റ്സ് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് സെയിലും ചെയ്യുന്നുണ്ട്. ഞാൻ പല വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളുടെ പുതിയ പ്രോഡക്റ്റുകളുടെ ലിസ്റ്റിൽ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ജോസാന് കഴിക്കാൻ കൊടുത്തപ്പോഴുണ്ടല്ലോ, ജോസാൻ ഇത് കണ്ടോ, ആരോ കഴിക്കുന്ന, നിനക്ക് ഇങ്ങനെ കഴിക്കുന്ന ഒരാളുണ്ട് അറിയാമോ എന്ന് ചോദിച്ചാൽ എന്നെ കാണിക്കുവാണ് കേട്ടോ. എനിക്കങ്ങ് മനസ്സിലായില്ല ആരാന്ന്. 2-3 പ്രാവശ്യം കഴിച്ചു കാണിച്ചു. ഞാൻ ഒന്നുകൂടെ കാണിക്കാൻ, നീ ഒന്ന് ചിരിച്ചു നോക്കൂ, നിനക്കും അറിയായിരിക്കും, നീയും കാണുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കഴിച്ചു കാണിക്കുവാണ്. വായിലോട്ടിട്ട് 2-3 വെച്ചിട്ട് എനിക്കിപ്പൊ ഇത് കണ്ടിട്ട് ചിരി വരുന്നു. അന്നേരം ചിരിയൊന്നും വന്നില്ല. എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ആക്ച്വലി ഫേസ്ബുക്കിൽ ഏതോ റീല് കാണുന്നതിനകത്ത് ഒരു ഫുഡ് ബ്ലോഗർ ഇങ്ങനെയാ കഴിക്കുന്നതെന്ന് എന്നെ ആളെയും കാണിച്ചു. ഞാൻ ആദ്യമായിട്ട് കാണുവാണ് കേട്ടോ, ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല. അപ്പൊ അത് കളിയാക്കി കാണിച്ചതാണ്. ഇങ്ങനെ കഴിക്കുന്ന ആളെ അറിയാമോ, ആരാന്നറിയാമോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ട്, വീട്ടിൽ പോയ വ്ളോഗ് കണ്ടിട്ടും 1-2 പേര് ചോദിച്ചു, അമ്മയെ കാണിച്ചില്ലല്ലോ എന്തു പറ്റി എന്നൊക്കെ.
മറ്റൊന്നുമല്ല കേട്ടോ. അമ്മ വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സില് സാധാ നൈറ്റിയില് ഒക്കെ നിൽക്കുമ്പോ നമ്മൾ അത് അതുപോലെ എടുത്തിട്ടാല് പലരല്ലേ കാണുന്നേ. നെഗറ്റീവ് പറയാനും ചാൻസ് ഉണ്ട്. ഇത് ഇച്ചിരി നല്ലൊരു ഡ്രസ്സ് ഇട്ടൂടെ. നമ്മള് വീട്ടിൽ നിൽക്കുന്നവർക്കല്ലേ പ്രത്യേകിച്ച്. ആ, അവർക്ക് വീഡിയോ എന്താണെന്നോ വ്ളോഗ് എന്താണെന്നോ ഒന്നും അറിയില്ല. നമ്മുടെ വീടുകളിൽ നിൽക്കുന്ന രീതി എപ്പോഴും നല്ല ഡ്രസ്സ്, അതായത് പുതിയ നൈറ്റി ഇട്ട് ഭയങ്കര രീതിയിൽ ഒരുങ്ങിയൊന്നും അല്ലല്ലോ വീട്ടിൽ നിൽക്കുന്നേ. അപ്പൊ അതുകൊണ്ട് അമ്മ ആ രീതിയിൽ നിൽക്കുമ്പോൾ ഞാൻ അങ്ങനെയുള്ള വീഡിയോ എടുത്തിട്ടാല് വെറുതെ നെഗറ്റീവ് കേൾക്കുന്നത് എന്തിനാ? അതുകൊണ്ടാണ് എനിക്കിപ്പോ അമ്മയടുത്ത് പറയാൻ പറ്റത്തില്ല. അമ്മ ഞാൻ വ്ളോഗ് എടുക്കുകയാണ്, അമ്മ പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, അങ്ങനെ പറയാൻ പറ്റുമോ? അത് പറ്റില്ലല്ലോ, മോശമല്ലേ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് അങ്ങനെയൊക്കെ പറയുന്നേ. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതൊന്നും അല്ല. നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോ നല്ല രീതിയിൽ നിൽക്കുമ്പോഴൊക്കെ ഞാൻ വ്ളോഗിൽ കാണിക്കാറുണ്ടല്ലോ. അല്ലാത്തപ്പം അമ്മയെ കൂടെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ അത്. അതുകൊണ്ടാണ്. ഇത് ഞാൻ നെല്ലിക്ക ആ, വെള്ളക്കിട്ടത് ഉപ്പിലിട്ടതെന്ന് പറയാം. അതെന്നെയൊക്കെ കൂടുതൽ ജോസാനാണ് കഴിക്കുന്നത്. ഇപ്പോഴാ അതിന്റെ ടേസ്റ്റ് വന്നത്. അതിന്റെ മണം ഇവിടെ വരെ വരുന്നു, ആ നെല്ലിക്കയുടെയും കാന്താരിയുടെയും. അത്രയും വലിയ നെല്ലിക്ക കിട്ടിയത് കാര്യം ഒന്ന് തിന്നാനുണ്ട്. ഞാൻ കൂടുതലും ആ നെല്ലിക്ക ഇട്ട വെള്ളം ഉണ്ടല്ലോ അത് കുറച്ചെടുക്കും. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിക്കും, കുടിക്കും. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഇപ്പോഴത്തെ ഈ ചൂട് സമയത്ത് ഇങ്ങനെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണല്ലോ. എല്ലാം ഒന്ന് വിടുമോ? വിടടി ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ദിവസമായിട്ട് ഇവളിപ്പോ എന്റെ കൂടെ ഉണ്ട്. കുറച്ച് സമയം കാണത്തില്ല, അവൾ അവളുടെ വീട്ടിൽ പോകുന്നതായിരിക്കും കേട്ടോ. അവരുടെ ഉള്ളവരെയൊക്കെ കാണാൻ പോകുന്നതായിരിക്കും. അത് കഴിയുമ്പം വീണ്ടും വരും. രാത്രി കുറെ നേരം, ഞാൻ എത്ര നേരം മുറ്റത്തുണ്ടോ അത്രയും നേരം ഇവിടെയൊക്കെ കാണും. പിന്നെ ചില ദിവസങ്ങളിൽ ഇവിടെ തന്നെ, ചിലപ്പോൾ ഞാൻ കഥ തുറന്ന് നോക്കിയിട്ടുണ്ട് ഒരു 12:30 1 മണിയൊക്കെ ആകുമ്പോൾ അവൾ അവിടെ ഉണ്ടോന്ന്. അവൾ അവിടെ തന്നെ കാണും. പിന്നെ രാത്രിയിലെങ്ങാനും വീട്ടിൽ പോകുമോന്ന് അറിയില്ല കേട്ടോ. പകല് കഥവ് തുറന്ന് ഇത്ര ഇച്ചിരി കഴിയുമ്പം ആളെത്തും. എന്തായാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കറങ്ങി നടക്കുന്നുണ്ട്. ഇത് പൂച്ചയ്ക്കൊക്കെ മീൻ വെട്ടുക എന്ന് പറയും. മീൻ വെട്ടുന്നതിന്റെ മണം എങ്ങനെ അറിയുമെന്ന് അറിയത്തില്ല. പറന്നെത്തും ചുറ്റുമുള്ള പൂച്ചകളെല്ലാം. ഞാൻ പക്ഷെ ബാക്കി ആർക്കും കൊടുക്കത്തില്ല കേട്ടോ. വേറെ ഒരെണ്ണമുണ്ട്, അമ്പിളി എന്നുള്ള പേരില്, അമ്പിളിപ്പൂച്ച. അമ്പിളിപ്പൂച്ചയ്ക്ക് ഞാൻ ഒന്നും കൊടുക്കത്തില്ല. കാരണം മറ്റൊന്നുമല്ല, ഭയങ്കര കള്ളത്തരം എന്ന് വെച്ചാൽ അന്യായ കള്ളത്തരമാണ്. ഒരു വിധത്തിൽ ജനലോ കഥവോ ഒന്നും തുറക്കാൻ പറ്റത്തില്ല. അടുത്ത വീടുകളിലൊക്കെ എയർ ഹോൾ വരെ അടച്ചേക്കാണ് അതിന്റെ ശല്യം കാരണം. എവിടെ ഒരു സ്പേസ് ഉണ്ടോ അതിലേക്കൂടെ ചാടി ഇറങ്ങുക. അത്ര നശീകരണമാണ്. അപ്പൊ അങ്ങനെയുള്ളതിനൊന്നും നമുക്ക് കൊടുക്കാനും തോന്നത്തില്ലല്ലോ. എങ്ങനെ അതിനൊക്കെ കൊടുക്കാൻ തോന്നും? ഇതാവുമ്പോ ഇതൊരു ശല്യം ഇല്ല, പാവം അടങ്ങി അവിടെ ഇരുന്നോളൂ. മീൻ ഞാൻ മൊത്തം എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് കറി വെക്കാനായിട്ട് എടുത്തു. ബാക്കി ഇതുപോലെ ഇങ്ങനെയുള്ള പാത്രങ്ങൾ നിങ്ങളുടെ ഇല്ലെന്നുണ്ടെങ്കിൽ മേടിക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കാൻ മീനൊക്കെ ആയാലും വെജിറ്റബിൾസ് ആയാലും പച്ചമുളക് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വെക്കാനായാലും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പൊ കുറച്ച് ഞാൻ മാറ്റി. അത് ഞാന് ആ മാറ്റിയ ഒരു ദിവസം കുറച്ച് കറിയും വെച്ചു, ബാക്കി കുറച്ച് വറക്കുകയും ചെയ്തു. അത്രയ്ക്ക് ഉണ്ടായിരുന്നു. ഇത് പച്ചത്തേങ്ങ അരച്ച് കറി വെക്കാനാണ് കേട്ടോ. ഞാൻ അമ്മ ഫോൺ ചെയ്യുമ്പോഴേ ഞാൻ ഇടയ്ക്ക് അമ്മ ഇന്ന് പച്ചത്തേങ്ങ അരച്ച് കറി വെച്ചു. തേങ്ങ അരച്ച് കറി എന്നാ പറയുന്നത്. പച്ചെന്ന് പറയുമ്പോ അമ്മ പറയാ, അയ്യേ എന്തോ കുഞ്ഞേ, നീ മിക്കവാറും ഇങ്ങനാണല്ലോ വെക്കുന്നതെന്ന്. കാരണം മറ്റൊന്നുമല്ല, ആ, അമ്മ കോട്ടയം ഭാഗമാണല്ലോ, പപ്പയും ആ ഭാഗമാണ്. അപ്പം ഈ തേങ്ങ അരച്ച് കറിയോട് വലിയ പ്രിയമില്ല. കൂടുതലും കുടംപുളി ഇട്ട കറിയാണ് ആ സൈഡില്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോ കാണിച്ചിരുന്നു. നമ്മുടെ കത്തിക്ക് മൂർച്ച കൂട്ടുന്ന സംഭവം എല്ലാ വീട്ടിലും ഒരെണ്ണം ഉണ്ടായിരിക്കേണ്ടതാണ്. അപ്പൊ ഞാൻ ഇത് മേടിച്ചത് ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് കേട്ടോ. എവിടെ നിന്നാണെന്ന് എനിക്ക് ഇപ്പൊ ഓർമ്മയില്ല. കാരണം പലയിടത്തുനിന്നും ഞാൻ പല സാധനങ്ങളും മേടിക്കാനുണ്ടല്ലോ. ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെബ്സൈറ്റ് അല്ല, ആമസോൺ ഫ്ലിപ്കാർട്ട് ഒന്നുമല്ല, അല്ലാതെ ഏതോ ഒരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ്. അപ്പം ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആണ്. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ ഇങ്ങനെ പിച്ചാത്തിക്ക് മൂർച്ച കൂട്ടും. അത് ഏറ്റവും അതിന്റെ ആ മൂർച്ച കൂട്ടുന്ന കല്ലുണ്ടല്ലോ, അതിൽ ലാസ്റ്റ് ആണ് വരയ്ക്കേണ്ടത്. മറ്റേ രണ്ടെണ്ണത്തിലും ആദ്യം ഇത്തിരി ഒന്ന് ചെയ്തേച്ച് ലാസ്റ്റ് മറ്റേതിൽ ചെയ്യണം. ഞാൻ ഇതുപോലുള്ള മോഡല് ടാഗ് ചെയ്തേക്കാം, താല്പര്യമുള്ളവരൊന്ന് മേടിച്ചാൽ മതി കേട്ടോ. അപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. അതിനുശേഷം അപ്പോൾ മീനകത്ത് ഇടാനായിട്ട് കുറച്ച് പച്ചത്തക്കാളിയും കുറച്ച് പഴുത്ത തക്കാളിയും എടുത്തു വെച്ചതാണ്. ഞാൻ എപ്പോഴും വെജിറ്റബിൾസ് കട്ട് ചെയ്യാനിരിക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ എടുക്കും. എന്തിനാണെന്നോ, എല്ലാ വീട്ടമ്മമാരും എന്നെ പോലാണോ എന്നറിയില്ല. നമുക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സ്പെഷ്യലായിട്ട് ഒരു സമയം മാറ്റി വെക്കാനില്ല. എന്റെ പേഴ്സണൽ ടൈം എന്ന് പറഞ്ഞാൽ അത് പക്ഷെ തെറ്റാണ്. എല്ലാവരും പറയാറുണ്ട് അങ്ങനെ അല്ല, നമുക്കൊരു പേഴ്സണൽ ടൈം നമ്മൾ മാറ്റി വെക്കണം നമ്മളെ സ്നേഹിക്കാൻ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു
ഒരു മിനിറ്റ് പോലും ഞാൻ എനിക്ക് വേണ്ടി കൊടുക്കുന്നില്ല എന്ന് പറയുന്നതാവും ശരി. എന്റെ ശരീരത്തിന് വേണ്ടി, എന്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടി ഞാൻ കൊടുക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഞാനപ്പോ ഈ വെജിറ്റബിൾസ് പച്ചക്ക് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണല്ലോ. അതുകൊണ്ട് തക്കാളി, ക്യാരറ്റ്, മത്തങ്ങ, കുമ്പളങ്ങ ഇതൊക്കെ എടുക്കുമ്പോൾ ഞാൻ കുറച്ച് പച്ചക്ക് അരിയുന്ന സമയത്ത് തന്നെ കഴിക്കും. അത് അങ്ങനെയെങ്കിലും നമ്മുടെ അകത്ത് പോട്ടെ എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക്. അതുകൊണ്ട് നിങ്ങൾ വീട്ടമ്മമാരും ഇങ്ങനെയൊക്കെ അരിയാൻ എടുക്കുമ്പോൾ ഇച്ചിരി കൂടുതൽ അങ്ങ് എടുക്കണം കേട്ടോ. അപ്പൊ നമുക്ക് കഴിക്കാനുള്ളതും ആവും, അരിയാനുള്ളതും ആവും. ആ കൂട്ടത്തിൽ ഇരുന്നല്ലേ നമ്മൾ അരിയുന്നത്. എന്തായാലും അത്രയും സമയമുണ്ടല്ലോ. അപ്പൊ ഒരു കഷ്ണം വായിലോട്ടിട്ട് ചവച്ചുകൊണ്ടിരിക്കുമ്പോൾ ബാക്കി അരിയുകയും ചെയ്യാം. എന്റെ പോളിസിയാണ് കേട്ടോ, എല്ലാവരും ഇങ്ങനെ ആവണമെന്നില്ല. അപ്പൊ തേങ്ങ അരച്ച് കറിക്ക് വേണ്ടി അരപ്പ് ചട്ടിയിലിട്ടു. അതൊന്ന് തിളച്ച് വന്നപ്പോ അതിനകത്തേക്ക് തക്കാളി ഇട്ടു. പുളിയില്ലാത്ത തക്കാളിയാണ് കേട്ടോ. മീൻ എപ്പോഴും കഴുകി ഇതുപോലെ ഞാൻ വെള്ളം വാലാനായിട്ട് ഒരു ചാലിക്കകത്തിട്ട് വെക്കും. എന്റെ മീൻ വെള്ളം വാലാൻ വെക്കുന്ന ഒരു ചാലിയാണത്. അപ്പം മീനിന്റെ എന്തെങ്കിലും ഉളുമ്പോ ഇച്ചിരിയെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ അതെല്ലാം പോയി നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അല്ലാതെ വേറെ പാത്രത്തിൽ കഴുകി വെച്ചിട്ട് അതോടെ കമത്തിയാൽ ആ മീൻ വെള്ളം അതിനകത്ത് കാണും, ഉളുമ്പ് കാണും. എത്രയൊക്കെ കഴുകിയാലും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. കട അടച്ചോ? ഏ കട അടച്ചോ? ഒരു ഇച്ചിരി കൊച്ചുള്ളി കൊണ്ട് തരുമോ കടുക് താളിക്കാൻ? കടുവൊക്കെ വറക്കണോ? വേണ്ടേ? കടുക് താളിച്ച ഒരു ഇച്ചിരി മണവും ഇച്ചിരി ഇത് കിട്ടും. വേണ്ടെങ്കി വേണ്ട. വേണ്ട, എണ്ണയാടി. വേണ്ടല്ലേ? വേണ്ട, എനിക്ക് കടുവൊക്കെ എങ്കിൽ വേണ്ട. പക്ഷെ തേങ്ങ അരച്ച് കറി കടുക് താളിക്കുമ്പോഴാണ് ഒരു പ്രത്യേക മണമൊക്കെ വരുന്നത്. ശരിയാ, ചുമയാ. എങ്കിൽ വേണ്ട. ചുമയാ, എണ്ണ എരിയാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞോണ്ട് ഞാൻ പിന്നെ കടുക് താളിച്ചില്ല. വേണ്ടെങ്കിൽ വേണ്ട. ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വാട്ടക്കപ്പ ആരും ചോദിക്കല്ലേ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ ലാസ്റ്റ് കുറച്ച് വന്ന പൊടിയും എല്ലാം കൂടെ വിൽക്കാൻ പറ്റാത്ത അവസ്ഥകളിലുള്ള കുറച്ച് ഉണ്ടല്ലോ, അത് ഞാൻ മാറ്റി വെച്ചിരുന്ന കേട്ടോ. ലാസ്റ്റാണ് തീർന്നു ഇതോടുകൂടി. അപ്പൊ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്ന എല്ലാം കൂടെ ഒരുമിച്ചങ്ങ് വേവിച്ച് വെച്ചേ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിന് കുറച്ച് എടുത്താൽ മതിയല്ലോ, അതുകൊണ്ട്. അപ്പം കപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. കപ്പ മാത്രമേ കഴിക്കത്തുള്ളൂ. അത് ഓവനിൽ വെച്ചൊന്ന് ചൂടാക്കിയിട്ട് വേറെ, കാരണം അതാവുമ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്ക് ചൂടാക്കി കിട്ടുമല്ലോ, അതിനുവേണ്ടി. അപ്പൊ കപ്പയും തേങ്ങ അരച്ച കറിയും എനിക്കിഷ്ടമാണ് കേട്ടോ. പണ്ട് തൊട്ടേ എനിക്ക് തേങ്ങ അരച്ച കറി ഇഷ്ടമാണ്. ജോസാനും ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞിലെ തേങ്ങ അരച്ച കറി അങ്ങനെ ഞാൻ കൂട്ടിയിട്ടേ ഇല്ല. കാരണം അമ്മ എപ്പോഴും കുഞ്ഞു മീനാണെങ്കിൽ പോലും കുടംപുളി ഇട്ട കറിയേ വെക്കാറുള്ളൂ. അതുകൊണ്ട് അപ്പൊ ഞാൻ ബോംബെയിലായിരിക്കുന്ന സമയത്തെ അവിടെ ഇരിക്കുമ്പോൾ എപ്പോഴും ഓർക്കും നാട്ടിൽ പോയാല് ഇതുപോലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ അകത്തെ സ്റ്റെയറിൽ അവിടെ ഇരിക്കുന്നത്. പിന്നെ ഇതുപോലെ വാതൊക്കെ വന്നിരുന്ന് കഴിക്കുന്നത്. എന്നും രാത്രി സിറ്റ് ഔട്ടിൽ ഇരിക്കണം, കുറെ നേരം ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒട്ടും അങ്ങനെ സമയം കിട്ടാറില്ല കേട്ടോ സിറ്റ് ഔട്ടിലൊന്നും ഇരിക്കാൻ. അപ്പൊ ഇപ്പൊ ഇട ദിവസങ്ങളിലൊക്കെ ഞാൻ ഇതുപോലെ ഇവിടെ വന്നിരുന്ന് കഴിക്കാറുണ്ട്. ഞാൻ കഴിച്ചപ്പോ ജോസാനും കൂടെ വന്നിരുന്ന് കഴിച്ചതാണ് കേട്ടോ. നല്ല സുഖമാണ് പുറത്തൊക്കെ നോക്കി കൊച്ചുവർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഴിക്കാനായിട്ട്. പിന്നെ കഴിഞ്ഞ വ്ളോഗിലെ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ മേടിച്ചു എന്ന് പറഞ്ഞപ്പോ ഒരാൾ കമന്റ് ഇട്ടിരുന്നു. മേടിച്ചു എന്നല്ല, വേടിച്ചു എന്ന് പറയണം. വാങ്ങിച്ചു, വാങ്ങിച്ചു എന്നോ വേടിച്ചു എന്നോ അങ്ങനെ കണ്ട് പറയണമെന്ന്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. പല നാട്ടിലും പല ഭാഷയാണ്. എന്റെ പപ്പയും അമ്മയും മേടിച്ചു എന്നാണ് പറയുന്നത്. അതേസമയം എനിക്ക് തോന്നുന്നു കൊല്ലത്തെ ലാംഗ്വേജ് ആണെന്ന് തോന്നുന്നു. വേടിച്ചു, വാങ്ങിച്ചോ, വേടിച്ചോ, ഇതൊക്കെ കൊല്ലത്തുള്ളവർ കൂടുതൽ യൂസ് ചെയ്യുമെന്ന് തോന്നുന്നു. ഞാൻ കൊല്ലം ജില്ലയാണല്ലോ. അപ്പൊ പല ജില്ലയും കൂടെ മിക്സ്, എല്ലാ ജില്ലയും മിക്സ് ചെയ്തിട്ടുള്ള ലാംഗ്വേജ് ആണ് എന്റേത്. കാരണം എന്റെ അമ്മയും പപ്പയും ആ സൈഡിലുള്ളവര്, ഞാൻ ജനിച്ചു വളർന്നത് കൊല്ലം ജില്ല. പിന്നെ ബോംബെ ചെന്നപ്പോൾ പല ജില്ലകളുമായിട്ടുള്ളവര് സഹകരിച്ചു. അപ്പൊ ഇതൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ പല ജില്ലകളുടെയും ടോൺ എനിക്ക് വരാറുണ്ട്. എന്റെ സംസാരം കേട്ടിട്ട് ചിലർ ചോദിക്കാറുണ്ട് കോട്ടയമാണോന്ന്. അതും ഇടയ്ക്ക് കയറി വരാറുണ്ട്. അത് പപ്പയുടെ അമ്മയുടെ സ്റ്റൈലാണ്. അപ്പോ ഒരു വാക്കിന് വേണ്ടി നമ്മൾ അങ്ങനെ പറയണം ഇങ്ങനെ പറയണമെന്ന് നിർബന്ധം പിടിക്കാൻ പറ്റില്ലല്ലോ. പല നാട്ടിലും പല പേരാണ്. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ പേരയ്ക്കയെന്ന് പറയും. കണ്ണൂരാണോ എവിടാന്നോന്ന് എനിക്കറിയത്തില്ല. അവിടെ അടയ്ക്കയെന്നാ പറയുന്നത് പേരയ്ക്കയ്ക്ക്. ഞങ്ങളുടെ അവിടെ അടയ്ക്കയെന്ന് പറയുന്ന ഈ വെറ്റിലയ്ക്കകത്ത് വെക്കുന്ന പാക്കുണ്ടല്ലോ, അതിനാണ് അടയ്ക്കയെന്ന് പറയുന്നത്, അടയ്ക്കാമരം. പക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു ജില്ലയിൽ നമ്മുടെ പേരമരത്തിനാണ് അടയ്ക്കാമരം എന്ന് പറയുന്നത്. ഉള്ള മീന്തലയൊക്കെ തിന്നേച്ചുള്ള കിടപ്പാണേ. അവൾ തളർന്നുപോയി മീന്തല തിന്ന്. ശോ, എന്തോടി എന്നിട്ട് കുറുവോ?
എടി അയ്യോ അയ്യോടി ഉള്ള മീൻതല തിന്നേച്ച് കിടക്കുക പെണ്ണു. എൻ്റെ ദേഹം മൊത്തവും മണ്ണായല്ലേ. എടി തളർന്നു പോയോ നീ പെണ്ണേ? ഇതെന്തോ കിടപ്പടി പെണ്ണേ? അയ്യോ ഇതെന്തോ കിടപ്പാ? കൊള്ളാം. ഉറങ്ങുവോ? എന്തോ ഉറക്കോ അടി ഇത്? എടി പെങ്കൊച്ചേ, ഇങ്ങനെയൊന്നും ഉറങ്ങുന്നേ? അയ്യേ അയ്യയ്യേ, കൂർക്കം വലിച്ചുറങ്ങുക. ഇതിനാണ് പൂച്ച ഉറക്കം എന്ന് പറയുന്നത്. ഒരനക്കം കേൾക്കാമെങ്കിൽ ഇപ്പോൾ ഉണരും. കൂർക്കം വലിച്ചുറങ്ങുന്നു. ഇന്ന് രാത്രി വരെ ഇങ്ങനെ കിടന്നുറങ്ങും. എന്തോ സുഖം, സമാധാനം, സ്വസ്ഥം, ഒരു ടെൻഷനും ഇല്ല. നല്ല സ്വഭാവമായതുകൊണ്ട് എവിടെ ചെന്നാലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ഇട്ട് കൊടുക്കും. ഞാൻ തന്നെ അതുകൊണ്ടില്ല എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുന്നേ. ഒരു ശല്യവും ഇല്ല, പെരയ്ക്കകത്തും കയറത്തില്ല, മോഷണവും ഇല്ല. ഉള്ള ഓരോ സ്ഥലം മാറി മാറി കിടക്കുക. ഒരിടത്തുനിന്ന് ഒരിടത്തോട്ട്, ഒരിടത്തുനിന്ന് ഒരിടത്തോട്ട്. അങ്ങോട്ട് സ്വസ്ഥത കിട്ടുന്നില്ല. എന്തുവടി സുന്ദരി? സുന്ദരി എന്തുവടി പെണ്ണേ? ചുന്നരി മോളെ, ഇത് ചുന്നരിയാനോ? എടി നീ ചുന്നരിയാനോ? അയ്യോ 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 അയ്യോ, തറവിയല്ലേ. ഞാനൊന്നും ചെയ്തില്ല. ഇത് ഞങ്ങളുടെ ചുന്നരിയാനേ. അയ്യോ ചുന്നരിക്കുട്ടി, ചുന്നരിക്കുട്ടി, ചിങ്കാരിക്കുട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഞാനിപ്പോ എപ്പം സമയമുണ്ടെങ്കിലും ഇവളുടെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞിരിക്കും കേട്ടോ. എനിക്ക് കാര്യം പറയാനുള്ള ഒരു ആളാണ് ഇപ്പോൾ ഇത്. കാരണം ഞങ്ങൾ രണ്ടുപേരെയും മാത്രമേ ഇവിടെ ഉള്ളല്ലോ. ജോസാന്റെ കാര്യങ്ങളുമായിട്ട് തിരക്ക് കടയില്. അതിനുശേഷം ഉച്ചയ്ക്ക് ഇച്ചിരി റെസ്റ്റ് എടുക്കാൻ വരും. അതിനുശേഷം 4 മണിക്ക് കട തുറക്കും. അതിനുശേഷം 8:30 9 മണിയാകുമ്പോൾ കടയടയ്ക്കും. ഞാൻ എൻ്റെ കാര്യങ്ങളുമായിട്ട് അടുക്കളയിൽ അച്ചാറ് കാര്യങ്ങള്, പാക്കിങ്, അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളായിട്ട് പോകും. ഇടയ്ക്കൊക്കെ വന്ന് എത്തി നോക്കാറുണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു. അല്ലാതെ ഭയങ്കരമായിട്ട് കാര്യം പറഞ്ഞിരിക്കുക അങ്ങനെയൊന്നുമില്ല. ഇവൻ എന്തെങ്കിലും കടയിൽ നിന്ന് എന്തെങ്കിലും എന്നോട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവിടുന്ന് ഫോൺ ചെയ്ത് ഇങ്ങോട്ട് ചോദിക്കും. ഞാൻ അടുക്കളയിൽ നിന്ന് ഉത്തരം കൊടുക്കും. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ കടവരെ പോകത്തില്ല, അകത്തുനിന്നൊന്ന് ഫോൺ ചെയ്യും. ഫോണിൽ കൂടെ ആയിരിക്കും സംസാരം. ഞങ്ങളുടെ കാര്യം അങ്ങനെയാണ്. അപ്പൊ എനിക്കിപ്പോ കൊച്ചു വർത്താനം പറയാനുള്ള ഒരു കൂട്ടുകാരിയാണ് ഇവള്. എല്ലാം കേട്ട് കിടന്നോളൂ. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ എന്തുണ്ടെങ്കിലും കമന്റ് ഇടാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ പുതിയ വീഡിയോയുമായി വരാം. ചിൽഡ്രൻ ബൈ. ഗോഡ് ബ്ലസ് യു.